ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗം UAE-യിലും അവിടെ നിന്ന് റെയിൽ മാർഗം സൗദി അറേബ്യ, ജോർദാൻ വഴി ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തേക്ക് ചരക്കുകൾ എത്തിക്കുക, അവിടെ നിന്ന് കടൽ മാർഗം വീണ്ടും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ട്രേഡ് സർക്യൂട്ട്. മോഡേൺ ഹിജാസ് റെയിൽവേ പദ്ധതിയും അനിൽ മുഹമ്മദിൻ്റെ കല്ല് വെച്ച നുണയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അഥവാ സൗദി അറേബ്യയും തുർക്കിയും തമ്മിൽ ഒരു റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം തീരുമാനിക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അത് ഏകദേശം മധ്യഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത കുറച്ച് കഥകളും സംഭവങ്ങളും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലും വായനയുടെ അടിസ്ഥാനത്തിലൊക്കെ വായിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ടാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്തൊക്കെയാണ് മൂപ്പര് പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. തുർക്കി, സിറിയ, ജോർദാൻ, സൗദി അറേബ്യ എന്നിവ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. 2023 G20 ഉച്ചകോടിയിൽ ഇന്ത്യയും അമേരിക്കയും UAE, സൗദി അറേബ്യ, ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയെല്ലാം ചേർന്നുകൊണ്ട് ഒരു പുതിയൊരു സംവിധാനത്തിന് ആരംഭം കുറിക്കുന്നു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ എന്ന ഒരു സാമ്പത്തിക ഇടനായി അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ഉള്ളടക്കം. പിന്നെ അതിൻ്റെ വിശദീകരണക്കുറിപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഇത് ചരിത്രവുമായിട്ട് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല, മൂപ്പര് ഊഹിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് മാത്രം. ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗം UAE-യിലും അവിടെ നിന്ന് റെയിൽവേ മാർഗം സൗദി അറേബ്യ, ജോർദാൻ വഴി ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് ചരക്കുകൾ എത്തിക്കുക, അവിടെ നിന്ന് കടൽ മാർഗം വീണ്ടും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അത് ഒരു ട്രേഡ് സംവിധാനം, ട്രേഡ് സർക്യൂട്ട് പോലെ സ്ഥാപിക്കപ്പെടാനുള്ള ഒരു പദ്ധതി സംവിധാനമാണ്. ഇസ്രായേലിനെയും ഇന്ത്യയെയും അമേരിക്കയെയും ഇതിൽ നിന്ന് ഒഴിവാക്കി സൗദിയും തുർക്കിയും തമ്മിൽ നേരിട്ട് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. അതിന് കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുർക്കിയും സൗദി അറേബ്യയും ഈ 3 രാജ്യങ്ങളെയും ഒഴിവാക്കിയത് എന്നാണ് മൂപ്പര് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുകയുമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യത്തിൽ തന്നെ ഒരുപാട് അപാകതകളാണ്. അതൊരു കഥ പോലെ വായിച്ചു പോകാൻ വേണ്ടി മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ കേട്ട് പോകാൻ വേണ്ടി മാത്രമേ പറ്റൂ. ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗം UAE-യിലും അവിടെ നിന്ന് റെയിൽവേ മാർഗം സൗദി അറേബ്യ, ജോർദാൻ വഴി. ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗത്തിലൂടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് റെയിൽവേ മാർഗം കൊണ്ടുപോകേണ്ട വസ്തുക്കൾ എന്താണ് സംഭവം, ഇന്ത്യയിൽ നിന്ന് എന്താണ് അങ്ങനെ കൊണ്ടുപോകുന്നത്? ഇതിൽ പരാമർശിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇന്ത്യ, UAE, പിന്നെ സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ ഹൈഫ തുറമുഖം, അപ്പോൾ ഇസ്രായേൽ തന്നെ, ഈ രാജ്യങ്ങളൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു കപ്പൽ വഴി പോകുന്ന വസ്തുക്കൾ എന്ത് തന്നെയാണെങ്കിലും പിന്നീട് അത് റെയിൽവേയിലേക്ക് മാറ്റിയിട്ട് പിന്നീട് അത് കപ്പലിലേക്ക് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്. അങ്ങനത്തെ വസ്തു എന്താണെന്നും കൂടി മുപ്പരത് പറഞ്ഞാൽ വലിയ ഉപകാരമാണ്. ഇങ്ങനെ കൊണ്ടുപോകുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിലും ആ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയാം, എളുപ്പമല്ല, ഏറ്റവും കൂടുതൽ വസ്തുക്കൾ വൈകിട്ടാണെങ്കിൽ കൃത്യതയോടുകൂടി എത്തിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കപ്പൽ മാർഗം എന്ന് പറയുന്നത്. ഒരുപക്ഷെ വൈകിയെന്ന് വരും, പക്ഷേ അതിൽ ഇഷ്ടംപോലെ ലോഡുകൾ കയറ്റാൻ വേണ്ടി പറ്റും. അതിന് ഈ പറയപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായിട്ട് കടൽ മാർഗവും കടൽ ബന്ധങ്ങളും ഇന്ത്യക്കുണ്ട്. ഇന്ത്യ നിന്നാണ് പോകുന്നതെങ്കിൽ അപ്പോൾ പിന്നെ അവിടെ റെയിൽവേൻ്റെ കാര്യം എന്താ വരുന്നത്? അപ്പോൾ അവിടെ പിന്നെ ഇന്ത്യയും ഇസ്രായേലിനെയും അമേരിക്കയും ഒഴിവാക്കിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിൽ മുഹമ്മദ് പറയുന്നത്? അങ്ങനെ കള്ളത്തരം പറയാൻ പാടില്ല. ഉള്ള കാര്യങ്ങൾ തന്നെ ഇഷ്ടംപോലെ പറഞ്ഞിട്ട് അവസാനിക്കാത്ത അത്രയും സംഭവങ്ങൾ യാഥാർത്ഥ്യം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും അത് നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് ഇറക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഉചിതമല്ല. ഇതിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്, ഹിജാസ് പദ്ധതി, ദി മോഡേൺ ഹിജാസ് റെയിൽവേ പദ്ധതി. ആ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഹിജാസ് എന്ന് പറഞ്ഞാൽ അത് റിയാദാണ്. അത് പതിറ്റാണ്ട് ചരിത്രപരമായി എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് റിയാദ് എന്ന് പറയുന്ന പേര് പൗരാണിക അറേബ്യൻ ചരിത്രത്തിൽ എവിടെ കാണാൻ വേണ്ടി പറ്റില്ല. അവിടെയൊക്കെ അതിനെ പ്രതിപാദിച്ച പേര് ഹിജാസ് എന്നാണ്.
അങ്ങനെയാണ് ഇജാസ് പഴയ കാലത്തുള്ള ആ പേരാണ്. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്തുള്ള പേര് ഇജാസ് എന്നാണ്. അവിടെ ഈ അടുത്ത കാലത്താണ് തലസ്ഥാന നഗരിയായിട്ട് റിയാദ് മാറുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ ആ പ്രദേശത്ത് ഇജാസ് എന്നാണ്. ഇപ്പോഴും ഈ പ്രായം ചെന്ന അറബികൾ, സൗദികൾ സംസാരിക്കുന്ന ഇജാസ് തന്നെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു പ്രായമുള്ള ഒരു കഫീലുണ്ടായിരുന്നു, അദ്ദേഹം ഇജാസ് എന്നാണ് പറയുക, ഫിറോ ഇജാസ് എന്താ ഫി മാലു അത് ഇജാസ് മദീനത്തുൽ ഇജാസ് ഫി മാലു എന്ന് നമ്മളോട് ചോദിക്കും, അറിയോ ഈ സ്ഥലം എന്നുള്ളത്. അത് ഇജാസിനാണ് പരാമർശിക്കപ്പെടുന്നത്. അതാണ് ദി മോഡേൺ ഇജാസ് എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല പ്രവാചകരുടെ കാലഘട്ടത്തിൽ ഹിജാസിന് വേണ്ടിയിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. സൗദി അറേബ്യയിലെ പ്രധാനമായി, അത് സൗദി അറേബ്യ അല്ലല്ലോ, ആ മേഖലയിൽ അറേബ്യൻ മേഖലയിൽ പല പ്രധാനമായിരിക്കുന്ന നഗരങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ഹിജാസിൻ്റെ പേര് ഒഴിവാക്കി പ്രാർത്ഥിച്ചു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഹിജാസിന് ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടോ നല്ലൊരു പരാമർശിക്കപ്പെട്ട പേരില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി. ആ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് മാത്രം. നമുക്ക് നോക്കാം ഹിജാസ് റെയിൽവേ പദ്ധതി എന്താ. 1908 കാലഘട്ടത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം നിർമ്മിച്ചതാണ് ഈ പറയപ്പെട്ട ഹിജാസ് റെയിൽവേ സംവിധാനം. തുർക്കിയിൽ നിന്ന് ഡമാസ്കസ് വഴി, ഡമാസ്കസ് എന്ന് പറഞ്ഞാൽ സിറിയാണ്, പക്ഷേ അന്ന് സിറിയ ഇല്ല, എന്നാൽ ഡമാസ്കസ് ഉണ്ട്. അപ്പോൾ തുർക്കിയിൽ നിന്ന്, അത് ഏറെക്കുറെ തുർക്കിയുടെ ഭാഗമായിരുന്നു അന്ന് ഡമാസ്കസ് എന്ന് പറയപ്പെടുന്നു. തുർക്കിയിൽ നിന്ന് ഡമാസ്കസ് വഴി മദീന വരെ ബന്ധിപ്പിക്കുന്ന റോഡ് പിന്നീട് റെയിൽവേ ഗതാഗതമാണ് നിർമ്മിച്ചത്. ആ കാലഘട്ടത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം തുർക്കി നിർമ്മിച്ചതാണ് എന്ന് ചുരുക്കം. ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഹജ്ജാജിമാർക്ക് സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യാനും സൈനിക ഗതാഗതം ശക്തിപ്പെടുത്താനും ലക്ഷ്യം വെച്ചുകൊണ്ട് അന്നവർ നിർമ്മിച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ റെയിൽവേയുടെ വലിയൊരു ഭാഗം നശിച്ചു. കാര്യം തുർക്കിയാണ് നിർമ്മിച്ചത്, തുർക്കി യുദ്ധത്തിലുണ്ട്, ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വലിയ രീതിയിലുള്ള ആക്രമണം തുർക്കിക്ക് നേരെ വന്നിട്ടുണ്ട്. ഓട്ടോമാൻ സാമ്രാജ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ടതോടുകൂടി ആ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളെ ബ്രിട്ടൻ കീഴടക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ അടക്കമുള്ള, പാലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ അങ്ങനെയാണ് ഓട്ടോമാൻ സാമ്രാജ്യത്തിലെ തുർക്കിക്ക് നഷ്ടപ്പെട്ടത് എന്ന് ചരിത്രം. തുർക്കി, സിറിയ, ജോർദാൻ, സൗദി അറേബ്യ എന്നിവ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖല നിലവിൽ ഇല്ല. അത് നിർമ്മിക്കാനുള്ള ശ്രമമാണ് ആരംഭിച്ചത്. തുർക്കിയും സൗദി അറേബ്യയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇത് പുനരുജ്ജീവിപ്പിക്കാൻ സൗദി അറേബ്യ ഈ തുർക്കിയുമായിട്ട് കരാറുണ്ടാക്കുകയും ചെയ്തു. ഇറാഖിലെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുമായിട്ട്, റോഡ് പ്രൊജക്റ്റുമായിട്ട്, ആ പദ്ധതിയുമായി ഇതിനെ ബന്ധിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ കാഠിന്യം കാരണം, യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഈ പ്രവൃത്തികൾ പതുക്കെ പോകുന്നുള്ളൂ. അഥവാ 1900 കാലഘട്ടത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം നിർമ്മിക്കപ്പെട്ട ആ റെയിൽവേ പദ്ധതി തകർന്നതുകൊണ്ട് പുനരുദ്ധാരണം നടത്താൻ വേണ്ടി പല ഘട്ടങ്ങളിലും ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും വ്യത്യസ്ത കാരണത്താലും സാഹചര്യത്താലും അത് സാധിച്ചിട്ടില്ല. അതിനൊരു പൂർണ്ണ രൂപം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഹിജാസ് റെയിൽവേ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്ത്യക്കാർ കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നു, കപ്പൽ കൊണ്ടുപോകുന്നു, അത് റെയിൽവേ ട്രാക്കിലേക്ക് കയറ്റുന്നു, റെയിൽവേ ട്രാക്ക് പോർട്ടർമാർ ഇങ്ങോട്ട് മാറ്റുന്നു, അത് വീണ്ടും കപ്പലിലേക്ക് കയറ്റുന്നു, അത് ആ പദ്ധതി അങ്ങനത്തെ ഒരു പദ്ധതിയല്ല, അങ്ങനത്തെ ഒരു സംവിധാനം തന്നെ ഇല്ല. അവിടെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് ഇസ്രായേൽ ഇന്ത്യയും തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് പറയുന്നു. ഇനി ഒഴിവാക്കിയിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഇസ്രായേലിന് ബന്ധമില്ലെങ്കിലും, സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് ഒരിക്കലും ബന്ധമുണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ആകെ ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞങ്ങളെ നിർബന്ധിച്ചും സമ്മർദ്ദത്തിലാക്കിയിട്ടും ഒപ്പിടേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നു എന്ന് സൗദി അറേബ്യ പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗദിയുടെ ഒരു പ്രതിനിധി ഇസ്രായേലിലേക്കും ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധി സൗദി അറേബ്യയിലേക്കും ആ കാലഘട്ടത്തിൽ സന്ദർശിച്ചു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിലേക്കാണ് പോയത്, ഇസ്രായേലിലേക്കല്ല. വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്രായേലിൻ്റെ നിയന്ത്രണ മേഖലയിൽ സന്ദർശിച്ചു സൗദി അറേബ്യയുടെ ഒരു സംഘം. 4 പേരോ അല്ലെങ്കിൽ 5 പേരോ ഈ സൗദി അറേബ്യയിലേയും വന്ന് റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ചർച്ചാ സംബന്ധമായ കാര്യത്തിന് ഇസ്രായേലിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പോക്കും വരവേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി കരാർ വ്യവസ്ഥ റദ്ദാക്കിയതായിട്ട് ആദ്യം പ്രഖ്യാപിക്കുന്നതും സൗദി അറേബ്യ ആ സമയത്തല്ല, കുറച്ചങ്ങോട്ട് കഴിഞ്ഞതോട് കൂടിയിട്ട്. എന്നിട്ട് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് അമേരിക്കയ്ക്ക് മുൻപാകെ. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, എന്നാണോ പലസ്തീന് സ്വാതന്ത്ര്യമാകുന്നത് ആ സ്വാതന്ത്ര്യമാകുന്ന അന്ന് മാത്രമേ തങ്ങൾ
ഇസ്രായേലിന് അംഗീകരിക്കുകയോ അഥവാ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. പല രീതിയിലുള്ള സമ്മർദ്ദം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും സൗദി അറേബ്യയെ സംബന്ധിച്ച് അവർ അംഗീകാരം നൽകിയിട്ടില്ല. അവർ അംഗീകരിക്കാത്തതുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങളും അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം ഇസ്രായേലിനും അമേരിക്കക്കും അന്ന് തന്നെയുണ്ട്, ഇപ്പോഴുമുണ്ട്. ഈ പദ്ധതിയുമായിട്ട് ആകെ സഹകരിച്ചത് എന്ന് പറഞ്ഞാൽ ഒന്ന് UAE ആണ്, രണ്ടാമത്തെ ബഹ്റൈനാണ്. UAE ഈ പദ്ധതിയുമായിട്ട് സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് UAEയുടെ പോലും സമ്മതമില്ലാതെ ഇസ്രായേലിൻ്റെ സൈന്യം അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം ഈ രാജ്യത്ത് UAEയിൽ സ്ഥാപിച്ചത് എന്ന് പിന്നീട് UAEയുടെ പ്രതിനിധി പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, കരാർ വ്യവസ്ഥ ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികർക്ക് പ്രവേശനം നൽകാൻ വേണ്ടി ആ രാജ്യത്തിൻ്റെ അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ കാര്യം വളരെ കൃത്യതയോടുകൂടി സൗദി അറേബ്യ മനസ്സിലാക്കിയിട്ടാണ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകാത്തത് എന്നുകൂടി നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഊഹിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇല്ലാ കഥകൾ പറയാൻ പാടില്ല. ഒരു പക്ഷേ കൂടുതൽ ആളുകൾ കേൾക്കുന്നുണ്ടാവാം, കാണുന്നുണ്ടാവാം, നല്ല കമൻറ്റുകൾ കിട്ടുന്നുണ്ടാവാം. കാര്യം അവർക്ക് സത്യങ്ങൾ അറിയില്ല. അപ്പോൾ ഈ ഒരു പദ്ധതി ഇല്ലാത്തൊരു പദ്ധതിയാണ്, അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാത്തതാണ്, അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവുകയുമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.